ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ബിഗ് മാർട്ട് വരെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ട ഒരു വീഡിയോയുടെ കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. കേക്കിൻ്റെ സെക്ഷനിലൊക്കെ ഇങ്ങനെ പരതി നടന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ചോക്കോ ബ്രൗണി കാണുന്നത്. ചോക്കോ ബ്രൗണി എന്തെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം ഒന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാം എന്നിരുന്നപ്പോഴാണ് അതിൻ്റെ കൂടെ നമുക്ക് വാനില ഐസ്ക്രീമും കൂടെ മിക്സ് ആക്കി ആ ഒരു കോമ്പിനേഷനിൽ വെച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് പെട്ടെന്ന് ചിന്ത പോയി. എന്തൊക്കെയോ വലിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയെങ്കിലും ഞാൻ ബിഗ് മാർട്ടിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബിഗ് മാർട്ടിൽ നിന്ന് കോളേജ് വരെ വലിയ ദൂരമൊന്നും ഇല്ലെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു, നല്ല നട്ടുച്ച ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവന്ന ഐസ്ക്രീം അലിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയിൽ ഭയങ്കര സ്പീഡിലായിരുന്നു ഞാൻ നടന്നു വന്നത്. എന്തായാലും സംഭവം അലിഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ റൂമിലെത്തി. സംഭവം തുറന്നു നോക്കിയപ്പോൾ അത്രയും കുഴപ്പമൊന്നുമില്ല, അലിഞ്ഞൊന്നും പോയിട്ടില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. പിന്നെ ഞാൻ ഈ ചോക്ലേറ്റ് ബ്രൗണി ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, അതും വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതും എല്ലാം ആദ്യമായിട്ടാണ്. ഞാൻ വാങ്ങിച്ച ചോക്കോ ബ്രൗണിയുടെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞൂടാ. ഇത് ഇച്ചിരി നല്ല കട്ടിയായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച അത്രയും സോഫ്റ്റ് ഒന്നും അല്ലായിരുന്നു, നല്ല കട്ടിയായിരുന്നു. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഉരുക്കി ഒഴിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എനിക്കൊരു ബിസ്ക്കറ്റ് കടിച്ച് കഴിക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു വന്നത്. ഞാൻ ചോക്ലേറ്റ് ബ്രൗണിയെ കഴിച്ച് നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. മറ്റേ ഡാർക്ക് ഫാൻറ്റസിയുടെ മറ്റേ ചോക്കോ ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ കാണുന്ന ചെറിയൊരു കപ്പ് ഐസ്ക്രീമിൻ്റെ കപ്പിനകത്തിട്ട് ഈ ചോക്കോ ബ്രൗണി മിക്സ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. വെളിയിൽ പോകുമോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാൻ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് സ്റ്റേബിളായിട്ട് നിന്ന് ഇളക്കാനൊന്നും പറ്റുന്നില്ല, അങ്ങനെ മിക്സ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവസാനം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കാരണം ഒരു പീസ് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി സംഭവമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സൂപ്പർ സാധനം. ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ഞാനത് കഴിച്ച് നോക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ബ്രൗണി കാണുവാണെങ്കിൽ ബ്രൗണി വിത്ത് ഐസ്ക്രീം ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി കമൻറ്റ് ഇടണം കേട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ബൈ ഗൈസ്.